കോഴിക്കോട് നാദാപുരത്ത് വിവാഹ സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരാൾ അറസ്റ്റിൽ. പുളിയക്കാവ് സ്വദേശി RK ആദിലിനെയാണ് വളയം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണുമംഗലം പാലത്തിന് സമീപം വാഹനങ്ങൾ തമ്മിൽ ഉരസിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ കാർ തകർക്കുകയും ദമ്പതികളെയും 7 മാസം പ്രായമായ കുട്ടിയെയും ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. വിവരങ്ങൾ നൽകാനായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, കാർ ഉരസിയതിന്റെ പേരിലാണ് ഇത് തർക്കത്തിലേക്കും ഒപ്പം തന്നെ കാർ തകർക്കുകയും ദമ്പതികളെയും 7 മാസം പ്രായമായ കുട്ടിയെയും ആക്രമിച്ചിരിക്കുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ നടപടിയും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ ഗോകുൽ. സംഭവം 1 മണിക്ക് ശേഷം ഈ കല്ലാച്ചി വളയ റോഡിലാണ് ഈ ആക്രമണം നടന്നത്. വിഷ്ണുമംഗലം ഭാഗത്ത് നിന്ന് പുളിയകാവിലേക്ക് പോവുകയായിരുന്ന കാർ യാത്രക്കാരായ ദമ്പതികൾ, കുട്ടി ഉൾപ്പെടെയുള്ള ദമ്പതികളാണ് ആക്രമിക്കപ്പെട്ടത്. 4 പേർ ആ വാഹനത്തിലുണ്ടായിരുന്നു. 7 മാസം പ്രായമായ കുട്ടിക്ക് പോലും അക്രമത്തിനിരയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അക്രമം നടന്ന സ്ഥലത്ത് നിന്ന് തന്നെ ആ പ്രതിയായിട്ടുള്ള ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആദിലിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വിവാഹ യാത്രക്കാരായിട്ടുള്ള നിതിനും നിതിന്റെ ഭാര്യയും മകനും ഉൾപ്പെടെയുള്ള ആളുകളാണ് യാത്ര ചെയ്തത്. തുടർന്ന് നിതിന്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആദിലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേസിൽ 10 പ്രതികളുണ്ടെന്നാണ് വളയം പോലീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ അക്രമം നടത്തിയ ആദിലിനെ, പരാതിക്കാരിയായിട്ടുള്ള ആദിലെ തിരിച്ചറിഞ്ഞതോടുകൂടിയിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 9 പേരെ കണ്ടെത്താനുള്ള ശ്രമം വളയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഈ അക്രമികൾ സഞ്ചരിച്ചിട്ടുള്ള ഒരു താർ ജീപ്പിലാണ് അവർ സഞ്ചരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണെന്ന് സ്റ്റേഷനിൽ നിന്ന്, വളയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ദൃശ്യ. ശരി, ഗോകുൽ K. വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.